അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 7.7 സെപ്പറേഷൻ ഓഫ് എ വാരിയബിൾസ് ഫോർ എലിപ്റ്റിക് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മളിതിൽ പറയാം ഈ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ആൻഡ് എലിപ്റ്റിക് ഇക്വേഷൻസ് ആണ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിലൊരു പ്രൊപ്പോസിഷനും 2 എക്സാമ്പിളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ കൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വി ഷാൾ ഡെമോൺസ്ട്രേറ്റ് ഹൗ ടു യൂസ് മെത്തേഡ് ടു സോൾവ് ലാപ്ലേസ് ആൻഡ് പോയ്സൺ ഇക്വേഷൻസ്. അതിൽ മെയിനായിട്ട് ലാപ്ലേസ് ഇക്വേഷൻസിൻ്റെയും പോയ്സൺ ഇക്വേഷൻസിൻ്റെയും റെക്ടാങ്കുലേഴ്സിലെ സൊല്യൂഷൻസ് ആണ് നമ്മൾ പറയാൻ പോണത്. ഇത് ഡിസ്കിലും സർക്കുലർ സെക്ടേഴ്സിലും, റെക്ടാങ്കിൾസിൽ, ഡിസ്കിൽ, സർക്കുലർ ലെറ്റേഴ്സിലുള്ള ലാപ്ലേസ് പോയ്സൺ ഇക്വേഷൻസ് ആണ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, 7.20. ആ പ്രപ്പോസിഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ ഞാൻ ആദ്യം പറയാം. ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളുണ്ട്. കൺസിഡർ ദ ഡിറിച്ലെറ്റ് പ്രോബ്ലം ഡെൽറ്റ യു ഈക്വൽ ടു 0 വെൻ എക്സ് വൈ ബിലോങ്സ് ടു ഡി. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബൗണ്ടഡ് ഡൊമെയിൻ ആണ്. യു ഓഫ് എക്സ് വൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി ഓഫ് എക്സ് വൈ ആണ്. എക്സ് വൈ ബിലോങ്സ് ടു ഡോ വി. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൗണ്ടഡ് റീജിയനാണ് ഉദ്ദേശിക്കുന്നത്. ഡോ വി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൗണ്ടഡ് തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു സമ്മേഷൻ യു എൻ ഓഫ് എക്സ് വൈ ആണ് ബി ദ ഫോർമൽ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. സച്ച് ദാറ്റ് ഈച്ച് യു എൻ ഓഫ് എക്സ് വൈ ഇസ് എ ഹാർമോണിക് ഇൻ ആൻഡ് കണ്ടിന്യൂസ് ഇൻ ഡി ബാർ ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർമോണിക് ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ആണ്. ഇഫ് ദ സീരീസ് പറയുകയാണ്, സീരീസ് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു സമ്മേഷൻ യു എൻ ഓഫ് എക്സ് വൈ കൺവേർജസ് യൂണിഫോംലി. ഈ യു ഓഫ് എക്സ് വൈ എന്നുള്ള യു ഓഫ് എക്സ് വൈ എന്നുള്ള ഈ ടേമില്ലേ, അതായത് ഈക്വൽ ടു സമ്മേഷൻ യു എൻ ഓഫ് എക്സ് വൈ, അത് യൂണിഫോമിലി കൺവേർജ് ചെയ്യുന്ന ജിയിലേക്ക് കൺവേർജ് ചെയ്യും, ഡോ ഡിയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് കൺവേർജ് യൂണിഫോമിലി, ഇത് ഡി ബാറിലും അതേമാതിരിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, യു ഈസ് എ ക്ലാസിക്കൽ സൊല്യൂഷൻ ഓഫ് പ്രോബ്ലം എന്നാണ് നമുക്ക് പ്രപ്പോസിഷനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ യു ഓഫ് എക്സ് വൈ യൂണിഫോമിലി കൺവേർജ് ചെയ്യുകയാണ് ജിയിലേക്ക് എന്നുണ്ടെങ്കിൽ ഇത് ഡി ബാറിൽ കൺവേർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു എന്താണ്, ക്ലാസിക്കൽ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൂഫ് തുടങ്ങുകയാണ്. എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. ബൈ ദ കോഷി ക്രൈറ്റീരിയ ഫോർ യൂണിഫോം കൺവേർജൻസ് ദർ എക്സിസ്റ്റ് എൻ എപ്സിലോൺ. കോഷി ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എൻ എപ്സിലോൺ എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. യൂണിഫോം കൺവേർജൻസ് വെച്ചിട്ട് എൻ എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾക്കുള്ള തന്നിരിക്കുന്ന ഇക്വേഷൻസ് ഉണ്ടല്ലോ, സമ്മേഷൻ എൻ ഈക്വൽ ടു കെ യു എൻ ഓഫ് എക്സ് വൈ മോഡ് യു എൻ ഓഫ് എക്സ് വൈ ലെസ് ദാൻ എപ്സിലോൺ നിൽക്കുകയാണ്. എക്സ് വൈ ഡോഡിയിലുണ്ട്. വിത്ത് മാക്സിമം പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും മോഡ് യു എൻ ഓഫ് സമ്മേഷൻ യു എൻ ഓഫ് എക്സ് വൈ ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഫോർ ഓൾ എക്സ് വൈ ഡോ ഡിയിലുണ്ട്. ഇൻ പെർട്ടിക്കുലർ യു സാറ്റിസ്ഫൈ ബൗണ്ടറി കണ്ടീഷനാണ്. യു എന്നുള്ളത് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആൻഡ് മീൻ വാല്യൂ പ്രോപ്പർട്ടിയും യൂണിഫോം കൺവേർജൻസും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും. യു എന്നുള്ളത് ഹാർമോണിക് ഇൻ ഡി ആണ്, നമുക്ക് ഓൾറെഡി പ്രപ്പോസലിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേഷൻ ഓഫ് എ വേരിയബിൾസ് ഇൻ റെക്ടാങ്കിൾ എടുത്താൽ നമ്മളെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനാണ് തന്നിരിക്കുന്നത്. എക്സ് വൈ ആക്സിസിലാണ്. ആദ്യം ഡെൽറ്റ യു ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എഫ് ജി ഫംഗ്ഷൻ, പിന്നെ ഡെൽറ്റ യു 1 ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എഫ് ജി, പിന്നെ ഡെൽറ്റ യു 2 ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ പിന്നെ ടേംസ് ഡിറൈവ് ചെയ്തിട്ട് പോയിട്ട് 0 എന്ന് കിട്ടും. അപ്പോൾ യു ബി ദ സൊല്യൂഷൻ ഓഫ് ദ ഡിറിച്ലെറ്റ് പ്രോബ്ലം ഈസ് എ റെക്ടാങ്കുലർ ഡൊമെയിൻ ഡി ആണ്. ഡെൽറ്റ യു ഈക്വൽ ടു 0 ആണ് തന്നിട്ടുണ്ട്. വിത്ത് ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ എടുക്കുകയാണ്. എന്ത്, യു ഓഫ് എ വൈ ഈക്വൽ ടു എഫ് ഓഫ് വൈ ആൻഡ് യു ഓഫ് ബി വൈ ഈക്വൽ ടു, ഈ പിക്ചർ എന്നാണ് നമ്മൾ കാണുന്നത്, ജി ഓഫ് വൈ ആൻഡ് യു ഓഫ് എക്സ് സി ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് എടുത്തിരിക്കുകയാണ്. യു ഓഫ് എ വൈ ഈക്വൽ ടു എഫ് ഓഫ് വൈ, യു ഓഫ് ബി വൈ ഈക്വൽ ടു ജി ഓഫ് വൈ ആൻഡ് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു കെ ഓഫ് എക്സ്. നമ്മൾ സ്ട്രം ലിയോവെല്ലി പ്രോബ്ലം ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ റീകോൾ ചെയ്തിട്ട് ദിസ് ടേൺ റിക്വയർ ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ വി സ്പ്ലിറ്റ്. യു എന്നുള്ളതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് U1 ആൻഡ് U2 ആക്കിയിട്ട് എഴുതുകയാണ്. രണ്ടും എന്താണ്, ഹാർമോണിക് ആണ്. യു ഓൾറെഡി ഹാർമോണിക് ആകുന്നതിന് സ്പ്ലിറ്റ് ചെയ്യാണ് U1 ആക്കിയിട്ട് U2 ആക്കിയിട്ടും. അപ്പോൾ അതും എന്തായിരിക്കും, ഹാർമോണിക് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് എഴുതുകയാണ്. അപ്പോൾ U1 ഓഫ് 0 എ വൈ ഈക്വൽ ടു എഫ് ഓഫ് വൈ ആണ്. U1 ഓഫ് ബി ഓഫ് വൈ ഈക്വൽ ടു ജി ഓഫ് വൈ ആണ്. U1 ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0, യു ഓഫ് എക്സ് ടി ഈക്വൽ ടു 0 ആൻഡ് U2ൻ്റെയും സെയിം വേറെ വേരിയബിൾസ് ഇട്ടിട്ട് നമ്മൾ ചെയ്യാം. വി അസ്യൂം അറ്റ് ദ സ്റ്റേജ് ദാറ്റ് compatibility condition f of c equal to f of t equal to g of c equal to g of t and h of a equal to നമ്മൾ ഇതിൻ്റെ വാല്യൂസ് എടുത്തിട്ടില്ലേ, ഇപ്പോൾ U1ൻ്റെ U2ൻ്റെ അതിൻ്റെ ഒക്കെ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ U1 പ്ലസ് U2 സാറ്റിസ്ഫൈ ഡെൽറ്റ യു ഈക്വൽ ടു 0 ആണ്. ആൻഡ് ബൗണ്ടറി കണ്ടീഷൻസ് ആൻഡ് യുണീക്ക്നെസ് തിയറം ഗ്യാരണ്ടി ദാറ്റ് U ഈക്വൽ ടു U1 പ്ലസ് U2.
അഡ്വാൻറ്റേജ് ഓഫ് സ്പ്ലിറ്റിംഗ് പ്രോബ്ലം, അതിനെ 2 പ്രോബ്ലം ആക്കിയിട്ട് ഇതിനെ നമ്മൾ മാറ്റുന്നത് 2 ന്യൂ പ്രോബ്ലം ക്യാൻ സോൾവ് ബൈ സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. കൺസിഡർ ദ എക്സാമ്പിൾ പ്രോബ്ലം ഫോർ വി ഷാൽ സീക്ക് എ സൊല്യൂഷൻ ഇൻ ഫോം ഓഫ് എ സം ഓഫ് സെപ്പറേറ്റഡ് ഫംഗ്ഷൻ യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്താ എക്സ് ഓഫ് എക്സ് ആൻഡ് വൈ ഓഫ് ഐ. നമ്മൾ യുവിന് സ്പ്ലിറ്റ് ചെയ്ത് u1 + u2 ആക്കിയാലോ, അതിന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് വഴി. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സാറ്റിസ്ഫൈ സച്ച് എ സൊല്യൂഷൻ ലാപ്ലേസ് ഇക്വേഷനാണ് ഡെൽറ്റ യു ഈക്വൽ ടു എന്താണ് 0 ആണ്. വി ഒബ്റ്റെയിൻ എക്സ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ലാംഡ എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു 0 വൈ ഡാഷ് ഓഫ് വൈ പ്ലസ് ലാംഡ ഇൻറ്റു വൈ ഓഫ് എക്സ് ഈക്വൽ ടു 0. എക്സും വൈൻ്റെ എക്സിൻ്റെ ഇൻ്റർവെൽ കണ്ടിട്ട് എയ്ക്കും ബിക്കും ഇടയിൽ വൈ കണ്ടിട്ട് സിക്ക് ഡിക്കും ഇടയിലാണ്. ദ ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ ഇംപ്ലൈസ് ബൗണ്ടറി കണ്ടീഷൻ ഹോമോജീനിയസ് കണ്ടിട്ട് വൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഓഫ് ഡി ഈക്വൽ ടു 0 ആണ്. ദസ് വി ഓപ്റ്റൻ സ്ട്രം-ലിയോവില്ലി പ്രോബ്ലം ഫോർ വൈ ഓഫ് വൈ ആണ്. സോൾവിങ് എയിൽ നിന്ന് ബി കുറച്ചിട്ടുണ്ടെന്നുണ്ട് ഡിറൈവ് ദ സീക്വൻസ് ഓഫ് എ ഐഗൺ ആൻഡ് ലാംഡ എൻ ആൻഡ് ഐഗൺ ഫംഗ്ഷൻ വൈ എൻ ഓഫ് വൈ ആണ്. വി ക്യാൻ ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇക്വേഷൻ ലാംഡ ഇൻ എക്സ് ഡബിൾ ഡാഷ് ഓഫ്, അതായത് എക്സ് ഡബിൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് ലാംഡ എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് ഒബ്റ്റെയിൻ ആൻ അസോസിയേറ്റഡ് സീക്വൻസ് എക്സ് എൻ ഓഫ് എക്സ്. The general solution u1 is written formula as u1 of xy equal to summation xn of x yn of y ആണ്. Remaining boundary by conditions of a u1 will be used to eliminate 2 free parameters associated with xn and each ആണ്, just as was done. അത്രേ ഉള്ളൂ പ്രൂഫ്. നമ്മൾ ഈ യുവിനെ u1 + u2 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇത് യു ബാറിൽ ഡി ബാറിലും ഇത് യൂണിഫോമിലാണ് ക്ലാസിക് സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം ആണുള്ളത്. അത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോബ്ലമാണ്. എക്സാമ്പിൾ 7.21 ആണ്. സോൾവ് ദ ലാപ്ലേസ് ഇക്വേഷൻ. നമ്മൾ പറയും ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാപ്ലേസ് ഇക്വേഷൻസിൻ്റെ കുറിച്ചിട്ടുള്ള ഇതാണ് ഈ സെക്ഷനിൽ പറഞ്ഞത്. അപ്പോൾ സോൾവ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾവ് ദ ലാപ്ലേസ് ഇക്വേഷൻ ഇൻ റെക്റ്റാങ്കിൾ തന്നെ ലാപ്ലേസ് ഇക്വേഷൻ. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0ക്ക് എച്ചിനടിയിലും വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0ക്ക് ഡിക്ക് ഇടയിലാണ്. സബ്ജക്റ്റ് ടു ഡിറിച്ലെറ്റ് ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. യു ഓഫ് 0y ഈക്വൽ ടു എഫ് ഓഫ് ഐ ആൻഡ് യു ഓഫ് ബി വൈ ഈക്വൽ ടു ജി ഓഫ് ഐ, യു ഓഫ് എക്സ് 0 ഈക്വൽ ടു 0 ആൻഡ് യു ഓഫ് എക്സ് ഡി ഈക്വൽ ടു 0 ആണ്. നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്ത മാതിരി ഇതിന് 2 എണ്ണാക്കാണ്. u1 ആൻഡ് u2 വി ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ്. ദിസ് പ്രോബ്ലം ഗീവ് റൈസ് ടു ലാപ്ലേസ് ഇക്വേഷൻ വിത്ത് 0 ഡിറിച്ലെറ്റ് കണ്ടീഷൻ ഓഫ് u2 ആണ്. Therefore, uniqueness theorem implies u2 equal to എന്തായിരിക്കും 0 ആണ്. u1 be construct a solution consisting of an infinite combination of a function ആണ്. അപ്പം w of x y നമ്മൾ എടുക്കുകയാണ് എന്ത് x of x and y of y ആണ്. obtain y of y the following Sturm-Liouville problem. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഒബ്റ്റെയിൻ ചെയ്യണം y of y ഫോളോയിങ് Sturm-Liouville പ്രോബ്ലം വെച്ചിട്ട്. അപ്പോൾ y ഡബിൾ ഡാഷ് ഓഫ് y പ്ലസ് ലാംഡ y ഓഫ് y കൊണ്ട് 0 ആണ് അതിൻ്റെ ഇൻ്റർവെൽ ആൻഡ് ഇറ്റ്സ് ഇനീഷ്യൽ കണ്ടീഷൻ y ഓഫ് 0 ഈക്വൽ ടു y ഓഫ് ഈക്വൽ ടു 0 ആണ്. വി ഫൈൻഡ് ഐഗൺ വാല്യൂസ് ഓഫ് ദ എബോവ് പ്രോബ്ലം. ഐഗൺ വാല്യൂസ് കാണാം, അതായത് ലാംഡ n കാണണം. ലാംഡ എന്നും ഐഗൺ ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ വൈ എൻ ഓഫ് ഐ ആണ്. ലാംഡ n ഈക്വൽ ടു n പൈ ബൈ ഡി സ്ക്വയർ വൈ എൻ ഓഫ് ഐ കണ്ടിട്ട് സൈൻ n പൈ ഡി ബൈ വൈ ആണ്. The equation for x is dependent factor is x double dash of x minus n pi by d square x of x equal to 0 ആണ്. We facilitate the expansion of a boundary condition into a Fourier series ആണ്. നമുക്ക് സാറ്റിസ്ഫൈ ദ സൊല്യൂഷൻ സൈൻ എച്ച് ഓഫ് എൻ പൈ ബൈ ഡി ഡി എക്സ് സൈൻ എൻ പൈ ഡി ബൈ എച്ച് മൈനസ് ബി ആണ്. ദസ് വി റൈറ്റ് ഫോർ നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കണം. അപ്പോൾ u1 of x y കൂടെ എന്ത് കിട്ടും? സമ്മേഷൻ n 1 to infinity സൈൻ n പൈ y ബൈ ഡി ആൻഡ് എ എൻ സൈൻ എച്ച് എൻ പൈ ബൈ ഡി ബൈ എക്സ് പ്ലസ് ബി എൻ സൈൻ എച്ച് എൻ പൈ ബൈ ഡി എക്സ് മൈനസ് ബി ആണ്. ഇൻറ്റു ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ വി ഒബ്റ്റെയിൻ. നമ്മൾ എന്ത് കണ്ടുപിടിക്കും? y ഓഫ് ടിയും g ഓഫ് ഐയും y ഓഫ് ഐ ഇതെന്ന് കിട്ടും. ടു ഇവാലുവേറ്റ് ദ സീക്വൻസ് എ എൻ ആൻഡ് ബി എന്നുള്ള സീക്വൻസിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഫ് ഓഫ് ഐ എന്ത് കിട്ടും? സമ്മേഷൻ n 1 to infinity ആൽഫ എൻ സൈൻ എൻ പൈ വൈ ഡിയും ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈ ഓഫ് ഐയും ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ തന്നിട്ടുണ്ട്, ബീറ്റൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എഫ് ഓഫ് ഐയും ജി ഓഫ് ഐയും ആയ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ എൻ ഈക്വൽ ടു ബീറ്റ എൻ ബൈ സൈൻ എച്ച് എൻ പൈ ബൈ ഡിയും ബീറ്റ എൻ ഈക്വൽ ടു മൈനസ് ആൽഫ എൻ ബൈ സൈൻ എച്ച് എൻ പൈ ബൈ ഡിയും എന്ന് കിട്ടും.
we assume the function f of I and g of I are a piecewise differentiable ആണ്. And they satisfy the homogeneous Dirichlet condition for the endpoints ആണ് y equal to 0 and d ആണ് കോഎഫിഷ്യൻസ് ഉണ്ട്. ആൻഡ് ബീറ്റ n സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ മോഡ് ആൽഫ n ലെസ് ദാൻ C1 മോഡ് ബീറ്റ n ലെസ് ദാൻ C2 ആണ്. C1 C2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കോൺസ്റ്റൻസ് ആണ് എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എ എന്നും ബീറ്റ എൻ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ദെൻ ആൽഫ n ബൈ സൈൻ എച്ച് എൻ പൈ ബൈ ഡി ബൈ സൈൻ എച്ച് എൻ പൈ ബൈ ഡി എക്സ് മൈനസ് ബി സൈൻ എൻ പൈ വൈ ബൈ ഡി in the series that represent u1 ആണ്, where xy is a some interior point in D ആണ്. this term is the order of a ഇതിൻ്റെ ഓർഡർ കാണുകയാണ് അടുത്തത്. ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നിരിക്കുന്ന ടേമില്ലേ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ ഓഫ് e raised to n pi by d then x minus b ആണ്. Since kth derivative introduce the algebra factor n raised to k into nth term in series ആണ്. But this factor is negligible in comparison with the exponential ഡിലേഡ് ടീം. അടുത്തത് ആ പ്രോബ്ലം അത്രേ ഉള്ളൂ. നമുക്ക് ലാപ്ലേസ് പ്രോബ്ലംസ് കാണാനായിരുന്നു. അതിൻ്റെ ഓർഡർ കാണാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് നിർത്താം. അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ 7.23 ആണ്. ലെറ്റ് യു ഓഫ് എക്സ് വൈ ദ ഹാർമോണിക് ഫംഗ്ഷന് യൂണിറ്റ് സ്ക്വയർ ആണ്. നേരത്തെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ലാപ്ലേസ് ഇക്വേഷൻ റെക്റ്റാങ്കിൾ ആണ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഓഫ് എക്സ് വൈ ദ ഹാർമോണിക് ഫംഗ്ഷന് യൂണിറ്റ് സ്ക്വയർ ആണ്. സാറ്റിസ്ഫൈഡ് ഡിറിച്ലെറ്റ് കണ്ടീഷൻ എന്താണ്? യു ഓഫ് എക്സ് 0 ഈക്വൽ ടു 0 x0 equal to 1 plus sin n sin pi x and u of x1 equal to 1, u of 0y equal to u of 1y equal to 1 plus 2. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്രസെൻറ്റ് യു ആസ് എ സം ഓഫ് എ ഹാർമോണിക് പോളിനോമിയൽസ് ആണ് ആൻഡ് ഓൾജിബ്രിക് സിസ്റ്റം ആണ്. ദെൻ a1 ഈക്വൽ ടു a2 ഈക്വൽ ടു a3 ഈക്വൽ ടു 0 ആണ്. a4 അങ്ങനെ -1 a5 ഈക്വൽ ടു -1 ആണ്. അത് നമുക്ക് തന്നെ കിട്ടും. Hence the harmonic polynomial P2 of xy under -1 by -y ആണ് defined and u of xy equal to u of xy minus 1 plus y ആണ്. Our construction imply v is a harmonic function satisfying Dirichlet ഡാറ്റയാണ്. u of xy പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? sin pi x by sin h by pi minus y and by sin h pi plus 1 plus y ആണ്. We end this section by solving this problem is square. ഇതിൻ്റെ സൊല്യൂഷൻ ആകെ കുറച്ചുള്ളൂ. കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്മളൊരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക, പിന്നെ ഹാർമോണിക് പോളിനോമിയൽ എടുക്കുക, ദെൻ യു ഓഫ് എക്സ് വൈ എന്നുള്ളൊരു സീരീസ് നമുക്ക് കിട്ടും.